നമസ്കാരം. ജീവശാസ്ത്ര ശാഖയിലെ മനുഷ്യ ശരീരം എന്ന സിലബസ് ഭാഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഗ്രന്ഥികളും ഹോർമോണുകളും. പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളൊരു ഭാഗമാണ് ഇത്. അതിനാൽ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാതെ ഈ ക്ലാസ് പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഞാൻ ഷൈജിൻ. ഏവർക്കും ആസ്ഥ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രന്ഥികളും ഹോർമോണുകളും എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആ ഗ്രന്ഥികൾ, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഗ്രന്ഥികളെ പ്രധാനമായും രണ്ട് തരമാക്കി വേർതിരിച്ചിട്ടുണ്ട്. രണ്ട് തരം ഗ്രന്ഥികൾ. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ബാഹ്യസ്രാവി ഗ്രന്ഥികളും മറ്റൊന്ന് അന്തസ്രാവി ഗ്രന്ഥികളുമാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വേർതിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന, ഈ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളെ സംഭരിച്ചു വെക്കാനുള്ള കഴിവുണ്ട് എങ്കിൽ അതിനെ ബാഹ്യസ്രാവി ഗ്രന്ഥികളെന്നും, എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളെ സംഭരിച്ചു വെക്കാൻ കഴിയാതെ നേരെ രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്രന്ഥികളെയാണ് അന്തസ്രാവി ഗ്രന്ഥികൾ അഥവാ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്നറിയപ്പെടുന്നത്. നമുക്കാദ്യം ബഹിർസ്രാവി ഗ്രന്ഥികൾ അല്ലെങ്കിൽ ബാഹ്യസ്രാവി ഗ്രന്ഥികളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പഠിച്ചു വെക്കാം. അതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കേണ്ട 2 അല്ലെങ്കിൽ 3 പോയിന്റുകൾ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഒന്ന്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാ? അതെല്ലാവർക്കും അറിയാലോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് കരളല്ലേ? കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ഈ ഗ്രന്ഥി അന്തസ്രാവിയാണോ ബഹിർസ്രാവിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാഹ്യസ്രാവി ഗ്രന്ഥിയാണ്. അത് ബാഹ്യസ്രാവി ഗ്രന്ഥിയാണ്. കാരണം കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദഹനരസമല്ലേ പിത്തരസം. പിത്തരസം അഥവാ ബൈൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ പിത്തരസം പിത്തസഞ്ചിയിലാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത്. പിത്തസഞ്ചിയിൽ സംഭരിച്ചു വെച്ചിരിക്കുന്നു. എപ്പോഴാണോ ഭക്ഷ്യവസ്തുക്കൾ ചെറുകുടലിലേക്ക് ഇറങ്ങി വരുന്നത്, ആ സമയത്താണ് കരളിലെ പിത്തസഞ്ചിയിൽ നിന്നും പിത്തരസം ചെറുകുടലിലെ പക്വാശയം എന്ന അല്ലെങ്കിൽ ഡിയോഡിനം എന്ന ഭാഗത്തേക്ക് ഇറങ്ങി വരുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും നേരം കരളിൽ സംഭരിച്ചു വെക്കാൻ കഴിവുള്ളത് കൊണ്ട് കരൾ ഒരു ബഹിർസ്രാവി ഗ്രന്ഥിയാ. അപ്പൊ കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. ഇനി മറ്റൊരു ബഹിർസ്രാവി ഗ്രന്ഥിയാണ് ഉമിനീർ ഗ്രന്ഥി. ഉമിനീർ ഗ്രന്ഥി ഉമിനീരിനെ ഉൽപ്പാദിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഉമിനീര്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഉമിനീര് ദഹനവുമായി ബന്ധപ്പെട്ട ഒരു ദ്രാവകമാണല്ലോ. ഈ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ദഹനരസം ടയാലിൻ അഥവാ സലൈവറി അമിലേസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. സലൈവറി അമിലേസ് അഥവാ ടയാലിൻ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ദഹനരസമാണ്. ഒപ്പം ഉമിനീരിൽ കാണപ്പെടുന്ന ഒരു അണുനാശിനിയാണ് ലൈസോസൈം. തെറ്റിപ്പോരുത്, ലൈസോസൈം. വേറൊന്നുണ്ടല്ലോ, ലൈസോസോം. ലൈസോസോം ഒരേ ചോദ്യത്തിൽ ഓപ്ഷനിൽ 2 പേരുകളും വന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ലൈസോസോമും ലൈസോസൈമും. ലൈസോസൈം എൻസൈം ആണ്. ലൈസോസൈം ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന അണുനാശിനിയാണ് ലൈസോസൈം. എന്നാൽ ലൈസോസോം എന്ന് വിളിക്കുന്നത് അത് കോശത്തിനുള്ളിലുള്ള ഒരു അംഗമാണ്. അതൊരു കോശാംഗമാണ്, ഒരു സെൽ ഓർഗനല്ലേ ആണ്. ലൈസോസോം വേറെ, ലൈസോസൈം വേറെ. ശരി, അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഉമിനീർ ഗ്രന്ഥികൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാ പറയാ? 3 എണ്ണമാണോ? 3 എണ്ണമാണെങ്കിൽ തെറ്റാണ്. 3 എണ്ണമല്ല, 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത്. 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണുള്ളത്. ഈ 3 ജോഡി ഗ്രന്ഥികൾ ഏതൊക്കെയാണ്? 3 ജോഡി. ഒന്ന് സബ്ലിംഗ്വൽ, സബ്മാക്സിലറി, പരോട്ടിഡ് തുടങ്ങിയ 3 ഗ്രന്ഥികളാണ്. പേരത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, പക്ഷെ പരോട്ടിഡ് ഗ്രന്ഥി ഒന്ന് ഓർത്തിരുന്നോളൂ. ഉമിനീർ ഗ്രന്ഥിയായ പരോട്ടിഡ് ഗ്രന്ഥി, അതിനുണ്ടാകുന്ന വീക്കമാണ് മമ്പ്, മംസ് അല്ലെങ്കിൽ മുണ്ടിനീര് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന രോഗം. അപ്പൊ ഉമിനീർ ഗ്രന്ഥിയായ പരോട്ടിഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കമാണ് മുണ്ടിനീര് അല്ലെങ്കിൽ മംസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഉമിനീർ ഗ്രന്ഥി ജസ്റ്റ് ഓർത്തിരിക്കുക, അതൊരു ബഹിർസ്രാവി ഗ്രന്ഥിയാണ്. ഇനി മൂന്നാമത് വേറൊരെണ്ണം പറയാനുള്ളത് കണ്ണുനീർ ഗ്രന്ഥിയാണ്. കണ്ണുനീർ ഗ്രന്ഥി, കണ്ണുനീർ ഗ്രന്ഥിയുടെ ധർമ്മം കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. കണ്ണ് ഒരിക്കലും ഡ്രൈ ആയി പോകാൻ പാടില്ല, അതിനുവേണ്ടി കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നു. അതിന് സഹായിക്കുന്ന ഗ്രന്ഥിയാണ് കണ്ണുനീർ ഗ്രന്ഥി എന്നോ, ഓപ്ഷനിൽ കണ്ണുനീർ ഗ്രന്ഥി എന്നോ അല്ലെങ്കിൽ അതിന് ലാക്രിമൽ ഗ്രന്ഥി എന്നോ വിളിക്കാം. ലാക്രിമൽ ഗ്രന്ഥി, കണ്ണുനീർ ഗ്രന്ഥി, ടിയർ ഗ്ലാൻഡിനെ വിളിക്കുന്ന പേര് ലാക്രിമൽ ഗ്രന്ഥി. ഇനി അതേ സമയത്ത് അവിടെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമുണ്ട്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന അണുനാശിനി ഏത്? കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന അണുനാശിനി ലൈസോസൈം തന്നെയാണ്. ലൈസോസൈം, കണ്ണുനീരിലെ അണുനാശിനി ലൈസോസൈം. അപ്പൊ 3 ഗ്രന്ഥി കിട്ടിയില്ലേ? കരള്, ഉമിനീർ ഗ്രന്ഥി, കണ്ണുനീർ ഗ്രന്ഥി. ഇനി വേറെ 2 എണ്ണം പറയാനുള്ളത്. ഒന്ന് നമ്മുടെ വിയർപ്പ് ഗ്രന്ഥിയാണ്. വിയർപ്പ് ഗ്രന്ഥി അതിനെ കാണുന്നത് എവിടെയാ? നമ്മുടെ ത്വക്കിന്റെ പുറം ഭാഗത്ത്, ത്വക്കിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ്
വിയർപ്പ് ഗ്രന്ഥി. വിയർപ്പ് ഗ്രന്ഥികൾ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു. എന്താണ് വിയർപ്പിന്റെ ധർമ്മം? വിയർപ്പ് നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് നിയന്ത്രിക്കാൻ സഹായിക്കുക ചെയ്യുന്നത്. എപ്പോഴാണ് വിയർപ്പ് കൂടുക? നമ്മൾ കൂടുതൽ ജോലി ചെയ്യുന്ന, അധ്വാനം കൂടുതലുള്ള സമയത്താണ് വിയർപ്പ് കൂടാൻ സാധ്യത. അല്ലെങ്കിൽ നമ്മുടെ ശരീരം ചൂടാകുന്ന സമയത്താണ് വിയർപ്പ് ഉണ്ടാകുന്നത്. അപ്പൊ ആ ശരീരത്തിന്റെ ഊഷ്മാവ് കുറയ്ക്കാൻ സഹായിക്കലാണ് വിയർപ്പിന്റെ ജോലി. അപ്പൊ വിയർപ്പ് ഗ്രന്ഥികൾ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു. മറ്റൊരെണ്ണം സെബേഷ്യസ് ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. സെബേഷ്യസ് ഗ്രന്ഥി കേട്ട് പരിചയമുണ്ടോ? എന്നാൽ ഇപ്പൊ കേട്ടോളാം. സെബേഷ്യസ് ഗ്രന്ഥി എന്തിനാണ് അതുള്ളത്? നമ്മുടെ ത്വക്ക് ഒരിക്കലും വരണ്ടുണങ്ങി പോകാൻ പാടില്ല. അപ്പൊ ആ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഇപ്പൊ നിങ്ങളുടെ ബോഡിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഒന്ന് വലിച്ചു നോക്കി കഴിഞ്ഞാൽ ആ കയ്യിൽ ഒരു എണ്ണമയം ഫീൽ ചെയ്യുന്നില്ലേ? ഒരു എണ്ണ. ആ എണ്ണയാണ് സേബം എന്നറിയപ്പെടുന്നത്. നിങ്ങളുടെ സ്കിന്ന് വരണ്ടുണങ്ങാതെ സഹായിക്കുന്ന ഒരു എണ്ണയാണ് സേബം. ആ സേബം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് സെബേഷ്യസ് ഗ്രന്ഥി. ക്ലിയർ ആയില്ലേ? ഇത്രയുമൊക്കെയാണ് നമ്മൾ ബഹിർസ്രാവി ഗ്രന്ഥിയിൽ പറയേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? കരൾ. മറക്കണ്ട, പല പ്രീവിയസ് ചോദ്യ പേപ്പറിലും കണ്ടിട്ടുള്ള ചോദ്യമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ആ ടോപ്പിക്കിലേക്ക് കടക്കാം. ഏതാ ടോപ്പിക്ക്? അന്തസ്രാവി ഗ്രന്ഥികൾ. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അന്തസ്രാവി ഗ്രന്ഥികൾ, അതായത് എൻഡോക്രൈൻ ഗ്ലാൻസ്. പ്രത്യേകത എന്താ? ഈ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളെ സംഭരിച്ചു വെക്കാൻ കഴിവില്ലാത്ത ഗ്രന്ഥികളാണ് ബഹിർസ്രാവി ഗ്രന്ഥികൾ അഥവാ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് വിളിക്കുന്നത്. സംഭരണ ശേഷിയില്ല. അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് നേരെ രക്തത്തിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സംഭരണ ശേഷി ഇല്ലാത്തത് കൊണ്ട് ഇത്തരം ഗ്രന്ഥികളെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നാളീരഹിത ഗ്രന്ഥികൾ. നാളീരഹിത ഗ്രന്ഥികൾ അഥവാ ഡക്ട്ലെസ് ഗ്ലാൻഡുകൾ എന്നറിയപ്പെടുന്നു. ഡക്ട്ലെസ് ഗ്ലാൻഡുകൾ അഥവാ നാളീരഹിത ഗ്രന്ഥികൾ. ഇനി ഈ അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു ശാസ്ത്ര ശാഖയുണ്ട്. അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയുടെ പേര് എൻഡോക്രൈനോളജി എന്നാണ്. പേര് മറക്കണ്ട, എൻഡോക്രൈനോളജി. അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചുള്ള പഠന ശാഖയുടെ പേര് എൻഡോക്രൈനോളജി. മനുഷ്യ ശരീരത്തിൽ കുറെ അന്തസ്രാവി ഗ്രന്ഥികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ചെണ്ണത്തിന്റെ പേരും അതിന്റെ പ്രത്യേകതകളുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം നോക്കാം. ഈ അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഹോർമോൺ. പേര് മറക്കണ്ട, ഹോർമോൺ. അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾക്ക് വിളിക്കുന്ന പേരാണ് ഹോർമോൺ. അപ്പൊ എന്താണ് ഹോർമോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ രാസ സന്ദേശവാഹകർ എന്നാണ് ഹോർമോണിനെ അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ രാസ സന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ഹോർമോണുകളാണ്. അപ്പൊ ഹോർമോണിനെ മനുഷ്യ ശരീരത്തിലെ കെമിക്കൽ സിഗ്നൽസ് ഇൻ അവർ ബോഡി എന്നറിയപ്പെടുന്നത് ഹോർമോൺ ആണ്. ഇത്തരം ഒരു പേര്, അതായത് ഹോർമോൺ എന്നൊരു പേര് ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തിയാണ് EH സ്റ്റാർലിംഗ്. ഹോർമോൺ എന്ന പദം, ഹോർമോൺ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് EH സ്റ്റാർലിംഗ് എന്നറിയപ്പെടുന്ന വ്യക്തി. അപ്പോൾ അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യ ശരീരത്തിലെ രാസ സന്ദേശവാഹകരാണ് ഹോർമോണുകൾ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് അന്തസ്രാവി ഗ്രന്ഥികളിലെ പ്രധാനപ്പെട്ട ഒരു അന്തസ്രാവി ഗ്രന്ഥിയിലേക്ക് വരാം. പേര് തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി. ആരാ തൈറോയിഡ് ഗ്രന്ഥി? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. തിരിഞ്ഞു പോകരുത്, മാറിപ്പോകരുത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയുടെ സ്ഥാനം എവിടെയാ? തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ തൊണ്ടയിലാണ്. ഈ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയായ തൈറോയിഡ് ഗ്രന്ഥി. അപ്പൊ ഈ തൈറോയിഡ് ഗ്രന്ഥിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു ആദമിന്റെ ആപ്പിൾ. പരിചയമുള്ള പേര് തന്നെയല്ലേ? ആദമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. അപ്പൊ ഈ തൈറോയിഡ് ഗ്രന്ഥി ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ രക്തത്തിൽ ആവശ്യം വേണ്ട ഒരു ധാതുവാണ് അയഡിൻ. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു ധാതുവാണ് അയഡിൻ. അപ്പൊ ചോദിക്കാം, എന്താണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ ധർമ്മം എന്ന്? എന്താണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ ഫംഗ്ഷൻ, ധർമ്മം? അത് മനുഷ്യ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ്. ഉപചയം, അപചയം തുടങ്ങിയ പ്രവർത്തനങ്ങളെ, അതായത് സയൻസുകാർ പറയുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നു ഈ തൈറോയിഡ് ഗ്രന്ഥി. അപ്പൊ തൈറോയിഡ് ഗ്രന്ഥിയുടെ ധർമ്മം ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തൈറോയിഡ്
തൈറോയിഡ് ഗ്രന്ഥി ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യം വേണ്ട ഒരു ധാതുവാണ് അയഡിൻ. അയഡിൻ അറിയാലോ, ഈ അയഡിൻ നമുക്ക് കിട്ടുന്ന ഇവിടുന്ന് ഭക്ഷണത്തിലൂടെ, പ്രത്യേകിച്ച് കടൽ ഭക്ഷ്യവസ്തുക്കളിലൂടെ ഒക്കെ തന്നെ, മത്സ്യങ്ങൾ കഴിക്കുന്നതിലൂടെ കൂടുതൽ കിട്ടാറുണ്ട്. അപ്പൊ അയഡിൻ ആണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യം വേണ്ട ഒരു ധാതു എന്നറിയപ്പെടുന്നത്. ഇനി ഈ തൈറോയിഡ് ഗ്രന്ഥിക്ക് അയഡിന്റെ അളവ് കുറഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അയഡിന്റെ അളവ് കുറഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിക്ക് ഒരു വീക്കം ഉണ്ടാവാറുണ്ട്. ആ വീക്കത്തിന് അല്ലെങ്കിൽ ആ അസുഖത്തിന് വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഗോയിറ്റർ. സിമ്പിൾ ഗോയിറ്റർ അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം എന്നറിയപ്പെടുന്നു. അപ്പൊ അയഡിന്റെ അപര്യാപ്തത മൂലം തൈറോയിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാവുന്ന രോഗമാണ് സിമ്പിൾ ഗോയിറ്റർ എന്നറിയപ്പെടുന്നത്. ഇനി ഈ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. അപ്പൊ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. അപ്പൊ ഇവിടെ തൈറോക്സിന്റെ ധർമ്മം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ്. അപ്പൊ രണ്ട് രീതിയിൽ ചോദ്യം വരാലോ. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൈറോക്സിൻ ആണ്. തൈറോക്സിനും കാൽസിട്ടോണിനും. പിന്നെ തൈറോക്സിൻ എന്ന ഈ ഹോർമോണിന്റെ അളവ് കുറയാനോ കൂടാനോ പാടില്ല. തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും അതിനനുസരിച്ചുള്ള രോഗലക്ഷണങ്ങൾ ശരീരത്തിൽ പ്രകടമാക്കി തുടങ്ങും. ഈ തൈറോക്സിന്റെ അളവ് കുറഞ്ഞാൽ കുട്ടികളിലും മുതിർന്നവരിലും വ്യത്യസ്ത രോഗലക്ഷണങ്ങളാണ് കാണിക്കാറുള്ളത്. തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ അപര്യാപ്തത മൂലം, ശ്രദ്ധിച്ചു കേൾക്കണം, PSC ചോദിക്കുന്നതാണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ SCERT പുസ്തകത്തിലൊക്കെ ഇതിനെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരീക്ഷകൾക്ക് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു ഭാഗം തന്നെയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. തൈറോക്സിന്റെ അപര്യാപ്തത മൂലം, തൈറോക്സിന്റെ ഡെഫിഷ്യൻസി മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെട്ടിനിസം എന്നറിയപ്പെടുന്നത്. തൈറോക്സിന്റെ ഡെഫിഷ്യൻസി മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെട്ടിനിസം എന്നറിയപ്പെടുമ്പോൾ തൈറോക്സിന്റെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സിഡിമ. അപ്പൊ തൈറോക്സിന്റെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെട്ടിനിസവും തൈറോക്സിന്റെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം മിക്സിഡിമ എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ തൈറോക്സിന്റെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ക്രെട്ടിനിസവും മുതിർന്നവരിൽ മിക്സിഡിമ രോഗവും ഉണ്ടാകുന്നു. തെറ്റിപ്പോകേണ്ട, ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, കുട്ടികളിൽ ക്രെട്ടിനിസം. കുട്ടി ക്രെട്ടിനിസം, കുട്ടികളിൽ ക്രെട്ടിനിസം ആണെങ്കിൽ മിക്സിഡിമ അതാർക്ക് ഉണ്ടാവുക? മുതിർന്നവർക്ക്. മുതിർന്നവരിൽ മിക്സിഡിമ. തെറ്റിപ്പോകാതെ പഠിച്ചു വെക്കാം. ഇനി ഈ തൈറോക്സിന്റെ അമിതോൽപാദനം വന്നാലും പ്രശ്നമാണ്. തൈറോക്സിന്റെ അമിതോൽപാദനം മൂലം ഉണ്ടാകുന്ന രോഗമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. മറക്കണ്ട, എക്സോഫ്താൽമിക് ഗോയിറ്റർ. നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന വീക്കമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. അതിന് കാരണം എന്താ? രക്തത്തിൽ തൈറോക്സിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ അഥവാ ഹൈപ്പർ തൈറോയിഡിസം എന്നറിയപ്പെടുന്നത്. എക്സോഫ്താൽമിക് ഗോയിറ്റർ അഥവാ ഹൈപ്പർ തൈറോയിഡിസം നമ്മുടെ രക്തത്തിൽ തൈറോക്സിന്റെ അമിതോൽപാദനം മൂലം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിന്റെ അമിതോൽപാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ അഥവാ ഹൈപ്പർ തൈറോയിഡിസം എന്നറിയപ്പെടുന്നത്. ഒപ്പം തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് കാൽസിട്ടോണിൻ. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, കാൽസ്യവുമായി ബന്ധമുണ്ട്. കാൽസ്യം, രക്തത്തിൽ കൂടുതലുള്ള കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ എന്നറിയപ്പെടുന്നത്. രക്തത്തിൽ കൂടുതലുള്ള കാൽസ്യത്തിന്റെ തോത് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. അപ്പൊ ചോദിക്കാലോ, രക്തത്തിലെ കാൽസ്യത്തിന്റെ നോർമൽ റേഞ്ച് എത്രയാണെന്ന്? എന്നല്ലേ അത് കൂടിയാൽ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറയാൻ പറ്റും. രക്തത്തിലെ കാൽസ്യത്തിന്റെ ശരാശരി അളവ് 9 മുതൽ 11 mg ആണ് 100 മില്ലി രക്തത്തില്. 9 to 11 mg, 9 മുതൽ 11 mg ആണ് കാൽസ്യത്തിന്റെ ലെവല്. അതിൽ കൂടിയാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന, രക്തത്തിൽ കൂടുതലുള്ള കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. പേര് മറക്കണ്ട, കാൽസിട്ടോണിൻ. ഇതിവിടെ എടുത്തു പറയാൻ കാരണം ഇനി പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ ആള് പാരാതൈറോയിഡ് ഗ്രന്ഥിയാണ്. പാരാതൈറോയിഡ് ഗ്രന്ഥി. ആ പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിനെ വിളിക്കുന്ന പേര് പാരാത്തോർമോൺ. പേര് മറക്കണ്ട, പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാത്തോർമോൺ. എന്താണ് പാരാത്തോർമോൺ? പാരാത്തോർമോൺ എന്ന ഹോർമോണിന്റെ ധർമ്മം രക്തത്തിൽ കുറവുള്ള കാൽസ്യത്തിന്റെ അളവ് ഉയർത്താൻ സഹായിക്കുക.
നേരത്തെ കാൽസിട്ടോണിൻ പറഞ്ഞു, രക്തത്തിൽ കൂടുതലുള്ള കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. എങ്കിൽ രക്തത്തിൽ കുറവുള്ള കാൽസ്യത്തിന്റെ അളവ് ഉയർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് ആര്? പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതോർമോൺ അല്ലെങ്കിൽ പാരാതൈറോയിഡ് ഹോർമോൺ. അതിനെ ഷോർട്ടാക്കിയിട്ട് PTH എന്ന് വിളിക്കാറുണ്ട്. PTH പാരാതൈറോയിഡ് ഹോർമോൺ അല്ലെങ്കിൽ പാരാതോർമോൺ. അപ്പൊ പാരാതോർമോണിന്റെ ധർമ്മം എന്താ? രക്തത്തിൽ കുറവുള്ള കാൽസ്യത്തിന്റെ അളവ് ഉയർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. ഇനി ഈ പാരാതോർമോണിന്റെ അളവ് രക്തത്തിൽ കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം ഏതാ? പാരാതോർമോണിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. നല്ല പരിചയമുള്ള പേരല്ലേ ടെറ്റനി. എന്തുമായി ബന്ധപ്പെട്ട രോഗമാത്? അത് പേശികളുമായി ബന്ധപ്പെട്ടതാ. എങ്ങനെ വരുന്നത് അത്? പേശികളിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. അതിന്റെ സിംറ്റം എന്താ? കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം പേശികൾ വലിഞ്ഞു മുറുകുന്ന രോഗമാണ് ടെറ്റനി. അവിടെ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസിയാണ് കാരണം, കാൽസ്യത്തിന്റെ അപര്യാപ്തതയാണ് കാരണം. അപ്പൊ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ അതിന്റെ അളവ് ഉയർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. പാരാതോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാരാതൈറോയിഡ് ഗ്രന്ഥി. ശ്രദ്ധിച്ച് കേൾക്കണം. സയൻസ് പഠിച്ചവർക്കാണെങ്കിൽ ഇത്തരം പേരുകളൊന്നും വലിയ ബുദ്ധിമുട്ട് തോന്നൂല. അല്ലാത്ത സാധാരണക്കാര് ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തന്നെ ആ പേരുകൾ ഹൃദയസ്ഥമാക്കാൻ ശ്രമിക്കുക. വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി മറ്റൊരു ഗ്രന്ഥിയാണ് പീയൂഷ ഗ്രന്ഥി. പീയൂഷ ഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പീയൂഷ ഗ്രന്ഥി. ഈ ഗ്രന്ഥിനെ അറിയപ്പെടുന്ന പേരാണ് നായക ഗ്രന്ഥി. പലപ്പോഴായിട്ട് PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? അതാണ് നമ്മുടെ പീയൂഷ ഗ്രന്ഥി. നായക ഗ്രന്ഥി അല്ലെങ്കിൽ ഇതിനെ മാസ്റ്റർ ഗ്രന്ഥി എന്ന് വിളിക്കാറുണ്ട്. നായക ഗ്രന്ഥി അഥവാ മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന പീയൂഷ ഗ്രന്ഥിയാണ്. ഈ പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന വളർച്ചാ ഹോർമോണിന്റെ പേരാണ് സൊമാറ്റോട്രോഫിൻ. പരിചയമുള്ള പേരല്ലേ സൊമാറ്റോട്രോഫിൻ. വളർച്ചാ ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ, സൊമാറ്റോട്രോഫിൻ. വളർച്ചാ ഹോർമോൺ ആണ് സൊമാറ്റോട്രോഫിൻ എന്നറിയപ്പെടുന്നത്. ഇത് വളർച്ചാ കാലഘട്ടത്തിലാണ് അവശ്യം വേണ്ടത്. വളർച്ചാ കാലഘട്ടം, ഒരു മനുഷ്യന്റെ വളർച്ചാ കാലഘട്ടം എന്ന് പറയുന്നത് 60 വയസ്സാണോ 65 വയസ്സാണോ? തെറ്റല്ലേ. 20 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സ് വരെയാണ് വളർച്ചാ കാലഘട്ടം. വളർച്ചാ കാലഘട്ടം 21 വയസ്സ് വരെ. ആ ഒരു വളർച്ചാ കാലഘട്ടത്തിൽ അവശ്യം വേണ്ട ഒരു ഹോർമോൺ ആണ് സൊമാറ്റോട്രോഫിൻ. ഈ സൊമാറ്റോട്രോഫിൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ശരിയായ വളർച്ച കിട്ടിയത്. ഇനി ഈ സമയത്ത് ഏത് വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോഫിൻ എന്ന ഹോർമോണിന്റെ അളവ് കുറഞ്ഞാൽ, വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോഫിന്റെ ഉൽപാദനം കുറഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് വാമനത്വം. നല്ല പരിചയമുള്ള പേരല്ലേ, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ, വാമനത്വം അഥവാ ഡ്വാർഫിസം. വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോഫിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് വാമനത്വം അഥവാ ഡ്വാർഫിസം. എങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏത് വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോഫിൻ എന്ന വളർച്ചാ ഹോർമോണിന്റെ ഉൽപാദനം കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് ഭീമാകാരത്വം അഥവാ ജൈജാൻഡിസം. ഭീമാകാരത്വം, ജൈജാൻഡിസം ഇതൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യങ്ങളാണ്. ഓർത്തു വെക്കുക, പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോഫിന്റെ ഉൽപാദനം കൂടിയാൽ ഭീമാകാരത്വവും കുറഞ്ഞാൽ വാമനത്വവും ഉണ്ടാകുന്നു. ഇനി അതേസമയം ഈ വളർച്ചാ കാലഘട്ടത്തിന് ശേഷവും നമ്മുടെ വളർച്ച കഴിഞ്ഞു, 22-23 വയസ്സൊക്കെ കഴിഞ്ഞു, ഇപ്പോഴും സൊമാറ്റോട്രോഫിന്റെ ഉൽപാദനം കൂടുകയാണെങ്കിൽ, വളർച്ചാ കാലഘട്ടത്തിന് ശേഷവും സൊമാറ്റോട്രോഫിന്റെ ഉൽപാദനം കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗലി. പേര് മറക്കണ്ട, അക്രോമെഗലി. വളർച്ചാ കാലഘട്ടത്തിന് ശേഷവും സൊമാറ്റോട്രോഫിന്റെ ഉൽപാദനം കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗലി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ശരീരത്തിന്റെ അഗ്രഭാഗങ്ങളിലെ അസ്ഥികൾ വലുതായി വരിക, പ്രത്യേകിച്ച് നമ്മുടെ കൈവിരലിന്റെ ഒക്കെ അഗ്രഭാഗം വലുതായി ആ ഭാഗം ഒരു ബൾജായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. ശരീരത്തിന്റെ കീഴ്ത്താടിയല് ഇങ്ങനെ അഗ്രഭാഗങ്ങൾക്ക് വണ്ണം വെച്ച് വരുന്ന അവസ്ഥയാണ് ഈ അക്രോമെഗലി എന്നറിയപ്പെടുന്ന അവസ്ഥ. അപ്പൊ നമ്മൾ പീയൂഷ ഗ്രന്ഥിനെ മാസ്റ്റർ ഗ്ലാൻഡ് അല്ലെങ്കിൽ നായക ഗ്രന്ഥി എന്നാണ് വിളിക്കുന്നത്. അതിനെ അങ്ങനെ വിളിക്കാനുണ്ടായ പ്രധാന കാരണം മനുഷ്യ ശരീരത്തിലെ എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളുടെയും നിയന്ത്രണ കേന്ദ്രമായതുകൊണ്ടാണ്.
ആയതുകൊണ്ടാണ് ഇതിനെ മാസ്റ്റർ ഗ്ലാൻഡ് അല്ലെങ്കിൽ നായക ഗ്രന്ഥി എന്ന് വിളിച്ചത്. അപ്പോൾ ഇത് മറ്റു പല ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത് പീയൂഷ ഗ്രന്ഥിയാണ്. അപ്പൊ പീയൂഷ ഗ്രന്ഥി തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ ഉൽപ്പാദിപ്പിച്ച് തൈറോയിഡ് ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നു. ഒപ്പം പ്രോലാക്റ്റിൻ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പ്രോലാക്റ്റിൻ പാലുൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. ഇത്തരം ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടും മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളിലേക്ക് നിയന്ത്രണ കേന്ദ്രവുമായതുകൊണ്ടാണ് ഇതിനെ മാസ്റ്റർ ഗ്ലാൻഡ് അല്ലെങ്കിൽ നായക ഗ്രന്ഥി എന്ന് വിളിച്ചത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു ഗ്രന്ഥിയിലേക്ക് വരാം, പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥിയുടെ പ്രത്യേകത ഈ റീസെന്റ് ആയിട്ടുള്ള ചോദ്യപേപ്പറിൽ കണ്ട ഒരു ചോദ്യമാണ്, ജീവന്റെ താളാത്മകതയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത്? ജീവന്റെ താളാത്മകതയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത്? ആ ഗ്രന്ഥി നമ്മുടെ ലൈഫിന്റെ റിതം ഓഫ് ലൈഫിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് പീനിയൽ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. പീനിയൽ ഗ്രന്ഥിനെ ജൈവ ഘടികാരം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. തെറ്റിപ്പോകരുത്, ജൈവ ഘടികാരം, ബയോളജിക്കൽ ക്ലോക്ക് ഇൻ അവർ ബോഡി എന്ന് വിളിക്കുന്ന ആള് പീനിയൽ ഗ്രന്ഥിയാണ്. ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥി. ഈ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഹോർമോണുകളാണ് മെലാറ്റോണിനും സെറാട്ടോണിനും. എന്താണ്? മെലാറ്റോണിനും സെറാട്ടോണിനും. ഇതിൽ മെലാറ്റോണിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ SCERT പുസ്തകത്തിൽ മെലാറ്റോണിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മെലാറ്റോണിൻ മനുഷ്യന്റെ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. ഉറക്കത്തെ നിയന്ത്രിക്കുന്നു. രാത്രിയായാൽ നമുക്ക് ഉറക്കം വരും, അല്ലെങ്കിൽ നമ്മൾ PSCക്ക് പഠിക്കാൻ വേണ്ടി ബുക്ക് തുറന്നു വെച്ചാൽ ഉറക്കം വരുമല്ല. ആ കാരണം മെലാറ്റോണിന്റെ ഉൽപ്പാദനം അവിടെ കൂടുതലാകുന്നുണ്ടാകും. അപ്പോൾ മെലാറ്റോണിൻ ആണ് ഉറക്കം വരാൻ സഹായിക്കുന്നത്. അപ്പോൾ മെലാറ്റോണിൻ രക്തത്തിൽ കൂടിയാൽ ഉറക്കം വരികയും മെലാറ്റോണിൻ രക്തത്തിൽ അളവ് കുറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എണീക്കാനും സഹായിക്കുന്നു. അപ്പോൾ മെലാറ്റോണിൻ ആണ് ഉറക്കത്തെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ശരീരത്തിന്റെ താളാത്മകത നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. ഇനി പറയുന്ന മറ്റൊരു ഭാഗം തൈമസ് ഗ്രന്ഥിനെ കുറിച്ചാണ്. തൈമസ് ഗ്രന്ഥി നമ്മുടെ മാറലിന്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. പക്ഷേ നമ്മുടേതല്ല എന്ന് പറയാൻ കാരണം ഈ തൈമസ് ഗ്രന്ഥിന് ജുവനൈൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ അതിന് യുവത്വ ഗ്രന്ഥി എന്നാണ് അറിയപ്പെടുന്നത്. യുവത്വ കാലഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഗ്രന്ഥി. നമുക്ക് എപ്പോഴും യുവത്വം തന്നെയായിരിക്കും. പക്ഷേ യൂത്ത് എന്ന് പറയുന്ന ഒരു ടീനേജിന്റെ എൻഡോടുകൂടി തീരുന്ന ഒരു കാലഘട്ടം. ഒരു 12, 15 ആ ഒരു വയസ്സോടുകൂടി ശരീരത്തിൽ നിന്നും അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ആ തൈമസ് ഗ്രന്ഥി ഉണ്ടാവില്ല. തൈമസ് ഗ്രന്ഥി ശരീരത്തിൽ നിന്ന് ഡിസപ്പിയർ ആയി. ഇപ്പൊ തൈമസ് ഗ്രന്ഥിനെ യുവത്വ ഗ്രന്ഥി എന്നാണ് അറിയപ്പെടുന്നത്. ഈ യുവത്വ ഗ്രന്ഥിയായ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് തൈമോസിൻ. യുവത്വ ഗ്രന്ഥിയായ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഈ തൈമോസിൻ എന്ന ഹോർമോണിന്റെ ധർമ്മം? തൈമോസിൻ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയെ സഹായിക്കുക. ചെറുപ്പത്തിലെ ശരിയായ രീതിയിൽ തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് രോഗമൊന്നും അങ്ങനെ വരാതെ രോഗപ്രതിരോധ ശേഷിയെ സഹായിക്കുന്ന ആ ഹോർമോണിന്റെ പേര് തൈമോസിൻ. അല്ലെങ്കിൽ ആന്റിബോഡികളുടെ ഒക്കെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് തൈമോസിൻ. അപ്പൊ ആ തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? അത് തൈമസ് ഗ്രന്ഥിയാണ്. ഇനി മറ്റൊരു ഭാഗത്തേക്ക് വരാം, ആഗ്നേയ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. ആഗ്നേയ ഗ്രന്ഥി സയൻസ് അതിനെ പാൻക്രിയാസ് എന്ന് വിളിക്കുന്നു. ആഗ്നേയ ഗ്രന്ഥിയുടെ സ്ഥാനം എവിടെയാ? നമ്മുടെ ആമാശയത്തിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ്. ഈ ആഗ്നേയ ഗ്രന്ഥിനെ സ്വീറ്റ് ബ്രെഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്നത് ആഗ്നേയ ഗ്രന്ഥിനെയാണ്. ഈ ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രത്യേകത ഇത് അന്തസ്രാവിയായും ബഹിർസ്രാവിയായും പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. ഇനി ഈ ആഗ്നേയ ഗ്രന്ഥി എടുത്തു നോക്കിയാൽ അതിൽ ചിതറിക്കിടക്കുന്ന ഒരു കോശ സമൂഹമുണ്ട്. ഒന്നും രണ്ടുമല്ല, ഒരു കോശ സമൂഹം തന്നെയുണ്ട്. ആഗ്നേയ ഗ്രന്ഥിയിലെ ഇത്തരം കോശ സമൂഹത്തിന് വിളിക്കുന്ന പേരാണ് ഐലറ്റസ് ഓഫ് ലാംഗർഹാൻസ്. 10ാം ക്ലാസ്സിൽ ചെറുപ്പത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആഗ്നേയ ഗ്രന്ഥിയിലെ ചിതറിക്കിടക്കുന്ന കോശ സമൂഹം അറിയപ്പെടുന്ന പേരാണ് ഐലറ്റസ് ഓഫ് ലാംഗർഹാൻസ്. വളരെ സ്ട്രെസ് ചെയ്ത് പറയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഐലറ്റസ് ഓഫ് ലാംഗർഹാൻസ് എന്നറിയപ്പെടുന്നത് ആഗ്നേയ ഗ്രന്ഥിയിലെ ചിതറിക്കിടക്കുന്ന കോശ സമൂഹത്തിന് വിളിക്കുന്ന പേരാണ്. ഈ കോശ സമൂഹത്തിലെ പ്രധാനപ്പെട്ട 2 കോശങ്ങളാണ്, ഒന്ന് ആൽഫ കോശവും ഒന്ന് ബീറ്റ കോശവും. മറക്കണ്ട, ആൽഫ കോശവും ബീറ്റ കോശവും. അത് പറയാനുണ്ടായ കാരണം ഈ 2 കോശങ്ങളാണ് ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 2 ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് പോകാം. ആഗ്നേയ ഗ്രന്ഥിയിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് ഗ്ലൂക്കഗോൺ. ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്നറിയപ്പെടുന്നത്. അതേ സമയത്ത് ആഗ്നേയ ഗ്രന്ഥിയിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ബീറ്റ കോശങ്ങൾ
ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതൊക്കെ SCRT പുസ്തകത്തിലുള്ളതാണ് കേട്ടോ, ശരിക്കും വായിച്ച് പഠിച്ചോളണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. ആഗ്നേയഗ്രന്ഥിയിലെ ഏത് കോശമാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം എഴുതുക? അത് ബീറ്റാ കോശമാണ്. ആഗ്നേയഗ്രന്ഥിയിലെ ഏത് കോശമാണ് ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാലോ അത് ആൽഫ കോശമാണ്. അല്ലെങ്കിൽ ആഗ്നേയഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാത്? ഇൻസുലിൻ. ആഗ്നേയഗ്രന്ഥിയിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാത്? അത് ഗ്ലൂക്കഗോൺ. ഇങ്ങനെ ചോദ്യം വരാൻ സാധ്യതയുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ആൽഫ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ബീറ്റാ കോശങ്ങൾ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി ഇവിടെ ഇൻസുലിൻ എന്ന ഹോർമോണിനെ ആദ്യമായി ഐഡന്റിഫൈ ചെയ്ത ആള്, ഇൻസുലിനെ ആദ്യമായി വേർതിരിച്ചത് രണ്ടു പേര് ചേർന്നാണ്. ആരൊക്കെയത്? ഒരു ഫ്രെഡറിക് ബാൻഡിങ്ങും ഒരു ചാൾസ് എച്ച് ബെസ്റ്റും. ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് എച്ച് ബെസ്റ്റും. ചിലപ്പോ ഓപ്ഷനിൽ പൂർണ്ണമായും പേര് തരണമെന്നില്ല. ബാൻഡിങ്ങും ബെസ്റ്റുമാണ് ഇൻസുലിൻ വേർതിരിച്ചവർ. ബാൻഡിങ്ങും ബെസ്റ്റുമാണ് ഇൻസുലിൻ വേർതിരിച്ചവർ. ഫ്രെഡറിക് ബാൻഡിങ്ങും ചാൾസ് എച്ച് ബെസ്റ്റും ചേർന്ന് ഇൻസുലിൻ വേർതിരിച്ചു. എന്താണ് ഇൻസുലിന്റെ ധർമ്മം? ഇൻസുലിൻ രക്തത്തിൽ കൂടുതലുള്ള പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. നമ്മൾ കോമൺ ആയിട്ട് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു വിളിക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പറഞ്ഞാൽ രക്തത്തിൽ കൂടുതലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. നേരത്തെ കാൽസ്യം പറഞ്ഞതുപോലെ കാൽസ്യത്തിന്റെ നോർമൽ റേഞ്ച് 9 മുതൽ 11 വരെയാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവും കറക്റ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ശരാശരി അളവ് 70 മുതൽ 110 mg/100 ml രക്തമാണ് വേണ്ടത്. അപ്പൊ അതിൽ കൂടാനോ കുറയാനോ പാടില്ല. രക്തത്തിൽ ആ ഷുഗറിന്റെ അളവ് കൂടിയാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. രക്തത്തിൽ കൂടുതലുള്ള പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? ഇൻസുലിൻ. മറക്കണ്ട, പഠിച്ചു വെക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ ഇൻസുലിൻ കുറയ്ക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തത്തിൽ കൂടുതലുള്ള ആ പഞ്ചസാര അല്ലെങ്കിൽ ആ ഗ്ലൂക്കോസിനെ മറ്റൊരു രൂപമായ ഗ്ലൈക്കോജൻ എന്ന രൂപത്തിലേക്ക് മാറ്റും. ഒന്ന് കേൾക്കുക, രക്തത്തിൽ കൂടുതലുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്ന മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്നു. ഈ ഗ്ലൈക്കോജന് ഫ്രീ ആയിട്ട് ഒഴുകി നടക്കാൻ അല്ലെങ്കിൽ രക്തത്തിലൂടെ ഒഴുകി നടക്കുന്നില്ല, നേരെ ഗ്ലൈക്കോജൻ കരളിൽ പോയി സംഭരിച്ചു വെക്കും. അപ്പൊ ഗ്ലൈക്കോജന് കരളിലാണ് സംഭരിച്ചു വെക്കുന്നത്. ഇനി തിരിച്ച് ഇൻസുലിൻ കഴിഞ്ഞാൽ മറ്റേ പഠിച്ചത് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ അല്ലോ. ഈ ഗ്ലൂക്കഗോണിന്റെ ധർമ്മം എന്താ? രക്തത്തിൽ കുറവുള്ള പഞ്ചസാരയുടെ അളവ് ഉയർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ എന്നറിയപ്പെടുന്ന ആൽഫ കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. ഈ ഗ്ലൂക്കഗോണിന്റെ ധർമ്മം രക്തത്തിൽ കുറവുള്ള ഗ്ലൂക്കോസിനെ എങ്ങനെ ഉയർത്തും? അത് നേരത്തെ കരളിൽ സംഭരിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഗ്ലൈക്കോജൻ രൂപത്തിൽ. ആ ഗ്ലൈക്കോജനെ കരളിൽ വെച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റി രക്തത്തിലേക്ക് കലർത്തുന്നു. അതാണ് ഗ്ലൂക്കഗോണിന്റെ ധർമ്മം. അപ്പൊ രക്തത്തിൽ കുറവുള്ള പഞ്ചസാരയുടെ അളവ് ഉയർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഗ്ലൂക്കഗോണും കിട്ടി, ഇൻസുലിനും കിട്ടി. ഇനി ഒരു പ്രധാന പ്രശ്നം, ഈ ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അവസ്ഥ ഏത്? ഇൻസുലിൻ രക്തത്തിൽ കുറഞ്ഞു പോയാൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ഉയർന്നുകൊണ്ടേയിരിക്കും, ഷുഗറിന്റെ ലെവൽ കൂടിക്കൊണ്ടിരിക്കും. അത് രോഗമല്ലേ? രോഗത്തിന്റെ പേരെന്താ? ഡയബറ്റസ് മെലിറ്റസ് എന്നറിയപ്പെടുന്ന രോഗം. നമ്മൾ മലയാളികൾ വിളിക്കുന്ന പേര് പ്രമേഹം. മറക്കണ്ട, ഇൻസുലിന്റെ അപര്യാപ്തത രോഗമാണ് പ്രമേഹം. ഇനി പ്രമേഹവുമായി ബന്ധപ്പെട്ട് പറയാൻ പ്രമേഹ ദിനം, ലോക പ്രമേഹ ദിനം എന്ന് ഓർത്തിരിക്കുക. അത് നവംബർ 14. ലോക പ്രമേഹ ദിനം നവംബർ 14. നമ്മൾ പറഞ്ഞു ഈ ആഗ്നേയഗ്രന്ഥി അന്തസ്രാവിയും ബഹിർസ്രാവിയുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അന്തസ്രാവിയായും ബഹിർസ്രാവിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് ആഗ്നേയഗ്രന്ഥി. അന്തസ്രാവിയായി പ്രവർത്തിപ്പിച്ചപ്പോഴാണ് ഗ്ലൂക്കഗോണും ഇൻസുലിനെയും കുറിച്ച് പറഞ്ഞത്. ഇനി ബഹിർസ്രാവിയായും പ്രവർത്തിക്കുന്നു പറഞ്ഞല്ലോ. എങ്ങനെയാണ് ബഹിർസ്രാവി? ആഗ്നേയഗ്രന്ഥി ചില രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിച്ച് സംഭരിച്ചു വെക്കുന്നുണ്ട്. രാസവസ്തു ഏതാണെന്നറിയാമോ? ശരീരത്തിലെ ദഹനരസങ്ങളാണ്. പ്രധാനപ്പെട്ട ദഹനരസങ്ങളായ ട്രിപ്സിൻ, അമിലേസ്, ലിപ്പേസ് തുടങ്ങിയ ദഹനരസങ്ങളെ ഉൽപ്പാദിപ്പിച്ച് സംഭരിച്ചു വെക്കും നമ്മുടെ ആഗ്നേയഗ്രന്ഥിയിൽ തന്നെ. എപ്പോഴാണോ ഭക്ഷണം ചെറുകുടലിലെ പക്വാശയത്തിലേക്ക് ഇറങ്ങി വരുന്നത് ആ സമയത്താണ് ആഗ്നേയഗ്രന്ഥിയിൽ നിന്നും ഈ ട്രിപ്സിൻ, അമിലേസ്, ലിപ്പേസ് തുടങ്ങിയ ദഹനരസങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പൊ ട്രിപ്സിൻ, അമിലേസ്, ലിപ്പേസ് തുടങ്ങിയ ദഹനരസങ്ങളെ ഉൽപ്പാദിപ്പിച്ച് സംഭരിച്ചു വെക്കുന്നുണ്ട് ആഗ്നേയഗ്രന്ഥി. ഒരു ബഹിർസ്രാവി ഗ്രന്ഥി കൂടിയാണ്. അപ്പൊ അന്തസ്രാവിയായും ബഹിർസ്രാവിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് ആഗ്നേയഗ്രന്ഥി അഥവാ പാൻക്രിയാസ്. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് ആഗ്നേയഗ്രന്ഥി. ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. അധിവൃക്കാഗ്രന്ഥി.
അല്ലെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡ്, അധിവൃക്കാഗ്രന്ഥി. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ അതിന്റെ സ്ഥാനം എവിടെയാ? അധിവൃക്കാഗ്രന്ഥി. വൃക്കയുടെ മുകളിൽ, വൃക്കയുടെ മേലെ ഒരു തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അധിവൃക്കാഗ്രന്ഥി അഥവാ അഡ്രിനൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. ഈ അധിവൃക്കാഗ്രന്ഥിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളാക്കി മാറ്റാം. അധിവൃക്കാഗ്രന്ഥിയുടെ പുറമെയുള്ള ഭാഗത്തിന് കോർട്ടക്സ് ഭാഗം എന്നും ഉള്ളിലുള്ള ഭാഗത്തിന് മെഡുല്ല എന്നുമാണ് വിളിക്കാം. അതായത് അഡ്രിനൽ ഗ്ലാൻഡിന്റെ പുറമെയുള്ള ഭാഗത്തിന് വിളിക്കുന്ന പേര് അഡ്രിനൽ കോർട്ടക്സ് എന്നും ഉള്ളിലുള്ള ഭാഗത്തിന് അഡ്രിനൽ മെഡുല്ല എന്നുമാണ് വിളിക്കുന്നത്. ഈ രണ്ട് ഭാഗത്തും വ്യത്യസ്ത രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പുറമെയുള്ള ഭാഗം അഡ്രിനൽ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിക്കോസ്റ്റീറോയിഡുകൾ. അതിലെ പ്രധാനിയാണ് കോർട്ടിസോൾ. പേര് ഓർത്തിരുന്നാൽ മതി, കോർട്ടിസോൾ. അഡ്രിനൽ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. പേര് മറക്കണ്ട, അഡ്രിനൽ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ഈ കോർട്ടിസോൾ കൂടാനോ കുറയാനോ പാടില്ല. കോർട്ടിസോളിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് അഡിസൺസ് രോഗം, അഡിസൺസ് ഡിസീസ്. തോമസ് അഡിസൺ എന്ന വ്യക്തി കണ്ടുപിടിച്ചുകൊണ്ടാണ് അഡിസൺസ് രോഗം എന്ന പേര് കിട്ടിയത്. എന്നാൽ കോർട്ടിസോളിന്റെ അമിതോൽപാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് കുഷിങ്സ് സിൻഡ്രോം എന്നറിയപ്പെടുന്നത്. അപ്പൊ കുഷിങ് സിൻഡ്രോം ഓർത്തിരിക്കുക, അഡിസൺസ് രോഗം ഓർത്തിരിക്കുക. ഇനി അധിവൃക്കാഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. അഡ്രിനാലിനും നോർ അഡ്രിനാലിനും നമുക്ക് പരിചയമുള്ള പേര് അത് തന്നെയല്ലേ? സാധാരണക്കാർ കേട്ടിരിക്കുന്നത് അഡ്രിനാലിൻ എന്നൊരു പേരാണ്. എന്നാൽ അതിന് മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, എപ്പിനെഫ്രിൻ. അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ എന്നറിയപ്പെടുന്നു. ഈ എപ്പിനെഫ്രിൻ നമ്മുടെ SCERT പുസ്തകത്തിൽ ആ പേര് അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പേരും പഠിച്ചു വെക്കുക. അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിനും അതുപോലെ നോർ അഡ്രിനാലിൻ രണ്ട് ഹോർമോണുകൾ ആരാ ഉൽപ്പാദിപ്പിക്കുന്നത്? അഡ്രിനൽ ഗ്രന്ഥിയുടെ മെഡുല്ല ഭാഗം ഉള്ളിലാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ അഡ്രിനാലിനെയാണ് എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത്, അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നു. ഏതെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ, അതായത് നമ്മൾ പെട്ടെന്ന് പേടിക്കുകയോ വഴക്കുണ്ടാക്കുകയോ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അളവ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ. അതുകൊണ്ട് തന്നെ അതിനെ എമർജൻസി ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. എമർജൻസി, അടിയന്തര ഹോർമോൺ. ഒപ്പം നമ്മുടെ ആ പേടിക്കുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് കൂടാറുണ്ടല്ലോ. ആ ഹാർട്ട് ബീറ്റ് ഉയരാണ്ടായ കാരണക്കാരൻ ഈ അഡ്രിനാലിന്. അപ്പൊ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണും കൂടിയാണ് എപ്പിനെഫ്രിൻ എന്ന് വിളിക്കുന്ന അഡ്രിനാലിൻ. അപ്പൊ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നു, എമർജൻസി ഹോർമോണാണ്. പേടിക്കുമ്പോഴും വഴക്കുണ്ടാക്കുമ്പോഴും ഒക്കെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. കിട്ടിയില്ലേ? അതേ സമയത്ത് നോർ അഡ്രിനാലിൻ എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ ഹോർമോൺ ഉണ്ടല്ലോ, അതിന് വിളിക്കുന്ന പേര് സർജിക്കൽ ഹോർമോൺ എന്നാണ്. സർജിക്കൽ ഹോർമോൺ, സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ എന്നറിയപ്പെടുന്നു. നോർ അഡ്രിനാലിൻ സർജിക്കൽ ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓർത്തു വെക്കുക. ആ രണ്ട് പോയിന്റും ഏതൊക്കെയാണ്? എമർജൻസി ഹോർമോൺ അല്ലെങ്കിൽ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ ആണ്. എന്നാൽ സർജിക്കൽ ഹോർമോൺ എന്ന് വിളിക്കുന്നത് നോർ അഡ്രിനാലിൻ ആണ്. ഇത്രയും കാര്യം ഓർക്കാലോ. ഇനി ഈ വിഭാഗത്തിൽ പറയേണ്ട മറ്റൊരു ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഇത് തലച്ചോറിന്റെ ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ്. നമ്മൾ പഠിച്ചാണല്ലോ നാഡീ വ്യവസ്ഥയിൽ ഹൈപ്പോതലാമസ് എന്ന് വിളിക്കുന്ന ഭാഗമുണ്ട്. ആ ഹൈപ്പോതലാമസ് രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, മനുഷ്യ ശരീരത്തിലെ ഒരേ ഒരു ന്യൂറോക്രൈൻ ഗ്ലാൻഡ് ആണ് ഹൈപ്പോതലാമസ്. നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ്. അപ്പൊ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺ ഏതൊക്കെയാ? ഒന്ന് ഓക്സിറ്റോസിനും മറ്റൊന്ന് വാസോപ്രസിനും. പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്സിറ്റോസിൻ എന്തായിരുന്നു അതിന്റെ ധർമ്മം? ഗർഭപാത്രത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. വാസോപ്രസിന്റെ ധർമ്മം എന്താണ്? വാസോപ്രസിൻ വൃക്കയിലൂടെയുള്ള ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു. റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ത്രൂ കിഡ്നി. വൃക്കയിലൂടെയുള്ള ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു. നമുക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിലെ വിസർജനാവയവുമല്ലേ നമ്മുടെ വൃക്കകൾ എന്ന് വിളിക്കുന്നത്. ആ വൃക്കകള് ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കുന്ന സമയത്ത് രക്തത്തിലെ ജലവും പുറത്തേക്ക് കളയാൻ വേണ്ടി ശ്രമിക്കും. ആ സമയത്ത് ആ ജലം ശരീരത്തിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി സഹായിക്കലാണ്, അല്ലെങ്കിൽ വൃക്കയിൽ നിന്ന് ആ ജലത്തിന് വീണ്ടും പുനരാകിരണം ചെയ്യാൻ സഹായിക്കുകയാണ് ADH അഥവാ വാസോപ്രസിൻ ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ഈ ADHന്റെ അല്ലെങ്കിൽ വാസോപ്രസിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഡയബറ്റസ് ഇൻസിപ്പിഡസ് ആണ്. തെറ്റിപ്പോകരുത്, മാറിപ്പോകരുത്. ഡയബറ്റസ് ഇൻസിപ്പിഡസ്. വാസോപ്രസിന്റെ അപര്യാപ്തത രോഗം ഡയബറ്റസ് ഇൻസിപ്പിഡസ്. എന്നാൽ ഇൻസുലിന്റെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് ഏതാ? ഡയബറ്റസ് മെലിറ്റസ് അഥവാ പ്രമേഹം. ഇവിടെ വാസോപ്രസിന്റെ അപര്യാപ്തത രോഗം ഡയബറ്റസ് ഇൻസിപ്പിഡസ്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.